ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ടാറ്റാ. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഇതേ വരണുണ്ട്. വന്നതിന് ശേഷമുള്ളതല്ല, വരുന്നതിന് പോകുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഞാനിന്ന് കിണവ മീനാണ് കറി വയ്ക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ച വെളിച്ചെണ്ണയിൽ ഞങ്ങൾ ഒന്ന് മുപ്പിച്ച ശേഷം കൂട്ടിട്ടു, ഉപ്പിട്ടു, കറിവേപ്പില ഇട്ടു. അതെല്ലാം നല്ലവണ്ണം തിളച്ച ശേഷം മീൻ വാരി അങ്ങ് ഇട്ട് കൊടുത്തു. കണവ മീനായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇടും, അല്ലെങ്കിൽ ഞാനങ്ങനെ ഇങ്ങനെ ഇടൂല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ കുറച്ച് മരിച്ചിന് വാങ്ങിച്ചിട്ട് വന്നു. അതായത് കപ്പ ഇന്ന് ഞാൻ ചന്തയിൽ പോയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അതിനെയൊക്കെ ചെത്തിപ്പറക്കി കഴുകി എടുത്തു. ഇനി നമുക്കതിനെയൊക്കെ അരിഞ്ഞു പറിക്കും കൊണ്ട് അവിച്ച് ഇളക്കാം. നിങ്ങൾ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയണതിൽ. അവിച്ചിളക്കാം. കത്തി എടുക്കാൻ പോണതാണ്. കത്തി ഞങ്ങളുടെ പിച്ചാത്തി എന്നാണ് പറയണത്. പിച്ചാത്തിയൊക്കെ എടുത്തതാ കൊണ്ടുവന്നു. ഞാനിതാ മരിച്ചിനി അരിയാൻ പോവുകയാണ്. അങ്ങനെ ഇന്ന് കണവ മീൻ കറിയും മരിച്ചിനിയ വയ്ക്കുന്നുണ്ട്. കപ്പ പുഴുക്കും കണവക്കറിയും പിന്നെ കുറച്ച് നമ്മളെ നവര മീൻ ഫ്രൈ ഉണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്, പിന്നെ പുളിശ്ശേരി വെച്ചു, പിന്നെ നാരങ്ങ മാങ്ങ ഇഞ്ചിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വച്ചത് അതിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ മരിച്ചു എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക. എന്താ പറയുക, അല്ലാതെ കൂടുതലൊന്നും പറയാൻ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ലേ. ഓരോ നാട്ടിലുണ്ടാവണ ഓരോ സംഭവങ്ങൾ കാണുമ്പം വല്ലാത്ത വേദനയാണ്. നമ്മൾ തിരുവനന്തപുരം കൊല്ലം ജില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജില്ലയിലും ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണില്ലേ. ഓരോ മലയടി ഭാഗത്തൊക്കെ നിങ്ങളത് സ്ഥലത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മഴയുണ്ട്. മഴ നല്ല രീതിയിൽ പോയാൽ തന്നെ അതിലുണ്ടാവുന്ന നാശനഷ്ടങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിതേ മരിച്ചിനെയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി അടുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മളെ നവരക്കുട്ടനെയൊക്കെ അത് ഫ്രൈ ചെയ്യാൻ വെച്ചു. അതിൽ 1-2 ചൂര കഷ്ണമുണ്ട്, 1-2 കൈക്കിരിച്ചള മീനുണ്ടായിരുന്നു. പിന്നെ അതേ വെണ്ടയ്ക്കയിൽ ഞാനൊരു മുട്ടയൊക്കെ ഇട്ട് അങ്ങോട്ട് ഒന്ന് കിണ്ടി തകർത്തെടുത്തു. ഇങ്ങനെ മുട്ടത്തോരൻ വെണ്ടയ്ക്ക തോരനിൽ ഒരു മുട്ടയൊക്കെ ഒഴിച്ച് കിണ്ടി എടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനൊരു പ്രത്യേക രുചിയാണ്. ഈ വെണ്ടയ്ക്കാണെന്ന് പോലും തോന്നില്ല അപ്പോഴേക്കും. അങ്ങനെ വെണ്ടയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ലതികാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും വളരെ താങ്ക്സ് കേട്ടോ. ഞാനങ്ങനെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഒന്ന് ചെറുതായിട്ടൊന്ന് എനിക്ക് പറക്കി എടുത്തു. ഇന്ന് വീടൊക്കെ നല്ല ഫുള്ളായിട്ട് ഒന്ന് ക്ലീനിങ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ നല്ല കുറേ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. ആണ്ടർതിയുടെ ഭാഗമായി 1ാം ഘട്ടം ഞാൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ കൊച്ചുമോനും കൂടെ നിങ്ങൾക്കിന്ന് ടാറ്റാ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കൂ. താങ്ക് യു.